നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യ എന്ന ഈ ജ്യോതിഷം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു യോഗമാണ് സുകർമ്മ യോഗം. ഇത് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശുഭഫലങ്ങൾ ധാരാളമായി നൽകുന്നുണ്ട്. അതിൻ്റെ അനുകൂലം അല്ലെങ്കിൽ ആനുകൂല്യ ഫലങ്ങൾ ധാരാളമായി ലഭിക്കുകയും ചെയ്യും. സുകർമ്മ യോഗം ഒരു വ്യക്തിയിലേക്ക് എത്തിച്ചേർന്നാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് അനുഗ്രഹപ്പെട്ടാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാവിധ പ്രശ്നങ്ങളും മാറുന്നതാണ്. ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും അകന്നു പോകുന്നതാണ്. ഇതിൻ്റെ ഫലമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. നമ്മളെ തേടി എത്തുന്ന നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളെ കാത്തിരുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാകുമെന്നതാണ്. ഈ ഒരു സമയം നിങ്ങളൊരു വിവാഹത്തിനായി കാത്തിരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്കായി കാത്തിരിക്കുന്നവരാണെങ്കിൽ, വിദേശത്തേക്ക് പോകാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ചില വിഷമങ്ങളാൽ വലയുന്നവർ, അതായത് ദേഹാസ്വാസ്ഥ്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുന്നവരാണെങ്കിൽ പോലും ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി, ഒരു വിടുതൽ വന്നു ചേരുമെന്നത് കൂടിയാണ് ഈ സുകർമ്മ യോഗത്തിൻ്റെ പ്രത്യേകതയായി പറയാനുള്ളത്. സ്വപ്നം കണ്ട ഒരു ജീവിതം വന്നു ചേരും. നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ട്, നല്ല രീതിയിൽ ഒരു ജീവിതം ലഭിക്കണേ, എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും മാറി സന്തോഷകരമായ ജീവിതം നയിക്കാൻ ഭാഗ്യം തരണേ എന്ന്. പക്ഷെ പലപ്പോഴും അത് അത്രത്തോളം പൂർണ്ണഭാവത്തിൽ നമുക്ക് ലഭിക്കാറില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഈ സുകർമ്മ യോഗം വന്നു ചേരുന്ന വ്യക്തികളിലേക്ക് ആ ഗുണാനുഭവങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗം കൂടി ഉണ്ടാകുന്നതാണ്. സ്വപ്നം കണ്ട ജീവിതം വന്നു ചേരും. ഏറ്റവും വലിയ ഭാഗ്യങ്ങളൊക്കെയും അനുഭവത്തിൽ വരികയും ചെയ്യും. ഇവിടെ അങ്ങനെ കുറച്ച് നക്ഷത്രക്കാർക്ക് സുകർമ്മ യോഗത്തിൻ്റെ ഗുണാനുഭവങ്ങൾ തുടങ്ങുന്നു. ആ നക്ഷത്രക്കാരിലേക്ക് കടക്കാം. മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരാണ് ആദ്യത്തേത്. ഈ നക്ഷത്രക്കാർക്ക് പിന്തുണ ലഭിക്കുന്നതായിരിക്കും ജീവിതത്തിൽ. അതായത് നമ്മൾ ഏതൊരു അവസ്ഥയിൽ പെട്ടാലും നമുക്കൊരു പിന്തുണ കൂടി ഉണ്ടെങ്കിൽ ആ അവസ്ഥകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരാൻ സാധിക്കും. നിങ്ങളുടെ ദുഷ്കരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് പിന്തുണ ലഭിച്ചില്ല എന്നൊരു വ്യസനം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. കുടുംബത്തിൽ നിന്നാകട്ടെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നാകട്ടെ, ബന്ധുജനങ്ങളിൽ നിന്നാകട്ടെ, നാട്ടുകാരിൽ നിന്നാകട്ടെ, ആരിൽ നിന്നും ഘട്ടം വന്നപ്പോൾ പിന്തുണ ലഭിച്ചിട്ടില്ല. എന്നാൽ അല്പം നല്ല സമയങ്ങളൊക്കെ വന്നപ്പോൾ ഇവരൊക്കെ ചുറ്റും കൂടുകയും ചെയ്തു. പക്ഷേ ഇനിയുള്ള അല്ലെങ്കിൽ ഈ സുകർമ്മ യോഗത്തിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും, അല്ലെങ്കിൽ അല്പം വിഷമസന്ധികൾ വന്നാൽ പോലും പിന്തുണ വന്നു ചേരും. സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. കടങ്ങളൊക്കെ വീട്ടുക എന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള കടമ്പ. അപ്പോൾ അത് വീട്ടിയെടുക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരുപാട് കടങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കടമെടുക്കേണ്ടതായ അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. സമ്പാദ്യം വർദ്ധിക്കുക. അപ്പോൾ കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സമ്പാദ്യം വർദ്ധിക്കുമെന്ന് പറയുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് കയ്യിലേക്ക് ധനം വരുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. സമ്പാദ്യം ഉണ്ടാകുന്ന മാർഗങ്ങൾ തുറന്നു കിട്ടും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജോലിയൊക്കെ ലഭിക്കുന്നതാണ്. അവിവാഹിതരായ ആളുകൾക്ക് ഈ സമയം നിങ്ങളെ ഏറ്റവും വിഷമിപ്പിച്ച ആ വിവാഹം നടക്കുന്നില്ല എന്ന കാര്യം ഇവിടെ നടന്നു കിട്ടുന്നതായിരിക്കും. സന്തോഷിക്കാൻ കഴിയുന്നതാണ്. വിവാഹം എന്നൊരു സ്വപ്നം ഒരുപാട് നാളായി ഒന്നും ആകാത്തത് വന്നപ്പോഴേക്കും ഇനി വിവാഹമേ വേണ്ട എന്ന് ചിന്തിക്കുന്നവർ പോലും ഉണ്ടാകും. പക്ഷേ ഇനി ഉത്തമരായ ഇണയെ ലഭിക്കാനുള്ള, ദമ്പതികളായി സന്തോഷത്തോടെ കഴിയാനുള്ള ഭാഗ്യം വന്നു ചേരുന്നുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കർമ്മമേഖലയിൽ പ്രൊമോഷൻ്റെ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വളരെ ജോലിയിലൊക്കെ കാർക്കശ്യമുള്ളവരും ചിട്ടയോടുകൂടി ജോലിയൊക്കെ ചെയ്യുന്നവരുമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അപ്രീസിയേഷൻ ഒന്നും ലഭിക്കാതെ പോയ നിങ്ങൾക്ക് ഇനി അതൊക്കെ വന്നു ചേരുന്ന, അല്ലെങ്കിൽ ആദരവുകളൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. വളരെയധികം നേട്ടങ്ങളായിരിക്കും ഈ ഒരു കാലയളവിൽ നിങ്ങളിലേക്ക് എത്തുന്നത്. ചിത്തിര, ചോതി, വിശാഖം ഈ 3 നക്ഷത്രക്കാർക്കും വളരെ നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് തുടങ്ങുന്നത്. ചെയ്യുന്ന ഏത് ജോലിയിലും വൈദഗ്ധ്യം തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ള വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ വിഷമങ്ങളൊക്കെ മറന്നേക്കൂ. ഇനി ഏർപ്പെടുന്ന കർമ്മങ്ങളിൽ ഒക്കെയും വിജയം കണ്ടെത്താനും അത് കൃത്യമായി പൂർത്തിയാക്കി ആ മേലധികാരിയിൽ നിന്ന് അംഗീകാരങ്ങളൊക്കെ നേടാൻ സാധിക്കുന്ന സമയമാണ്. നേട്ടത്തിൻ്റെ സമയമാണ്. ബിസിനസ്സുകാരുടെ കാര്യം പറഞ്ഞാലും ഇതേപോലെ തന്നെ ഒരുപാട് ബിസിനസ്സിൽ ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാറി ഇനി നേട്ടത്തിൻ്റെ സമയമാണ്. ഭാഗ്യം നിങ്ങളെ തേടി എത്തുന്ന സമയമാണ്. ഇനി ഭാഗ്യത്തിൻ്റെ പുറകെ നിങ്ങൾ പോകേണ്ട, നിങ്ങളുടെ കൂടെ ഭാഗ്യം എത്തുന്നതായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സുള്ള കൂട്ടരാണ് നിങ്ങൾ. അങ്ങനെ സഹായിച്ചു ചില നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നും കരുതി സഹായമൊന്നും നിർത്തേണ്ട. ചെറിയ തോതിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നതും ദാനം ചെയ്യുന്നതും ഒക്കെ വളരെയധികം നിങ്ങളുടെ ജീവിതത്തിലേക്കായിരിക്കും ശ്രേഷ്ഠത കൊണ്ടുതരുന്നത്. ഇനി സാമ്പത്തികമായ വലിയൊരു മാറ്റം ഉണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിരത വന്നു ചേരുന്ന സമയം കൂടിയാണ്.
ഭൂമി വാങ്ങാനുള്ള ഒരു യോഗമൊക്കെ തെളിയുന്നുണ്ട്. ഭൂമി വാങ്ങാനും വാഹനം വാങ്ങാനും ഒക്കെയുള്ള ഒരു യോഗം, അവസരം ഒക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സമയമാണ്. ധാരാളമായി കയ്യിലേക്ക് ധനമൊക്കെ വരുമ്പോൾ ഭൂമിയൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുക. കയ്യിലല്ലാ ധനം ഇരുന്ന് കഴിഞ്ഞാൽ അത് പല വഴിയിൽ ചിലവായി പോകാൻ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഭൂമിയൊക്കെ ആകുമ്പോൾ അത് എന്നത്തേക്കും ഒരു നീക്കിയിരിപ്പ് എന്നോണം, അല്ലെങ്കിൽ എന്നത്തേക്കും നമുക്കൊരു അസറ്റായി മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ ചെലുത്താൻ ശ്രമിക്കുക. പുതിയൊരു വാഹനം വാങ്ങണം എന്ന മോഹം ഒരുപാട് നാളായി മനസ്സിലുണ്ട്. അതൊക്കെ പൂവണിയുന്ന സമയം കൂടിയാണ്. അതിനുള്ള ഭാഗ്യം കൂടിയാണ് സുകർമ്മ യോഗം നൽകുന്നത്. അശ്വതി, ഭരണി, കാർത്തികയാണ് അടുത്ത നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രക്കാർക്ക് ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ബെസ്റ്റ് ടൈമാണ്. ഇപ്പോൾ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അതിനുള്ള പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങിയാൽ ഈ ബിസിനസ് കൊണ്ട് തന്നെ മേന്മയും നേട്ടവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതിൽ ഒരുവിധ തകർച്ചകളും വന്നു ചേരുകയുമില്ല. സാമ്പത്തിക കാര്യത്തിൽ വിജയം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെയധികം വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അല്പം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ വന്നു പോകുന്ന പനിയും ജലദോഷമാണെങ്കിലും അത് പണ്ടുള്ള സമയങ്ങളിൽ വല്ലപ്പോഴും ആയിരുന്നു ഇതൊക്കെ വന്നു പിടിവിടുന്നത്. പക്ഷേ ഇപ്പോൾ ദിനം പ്രതി ഇങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ, പനി, ജലദോഷം അല്ലെങ്കിൽ മൂക്കൊലിപ്പ് എന്നുള്ള പലവിധ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടും നിങ്ങൾ വലയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വലച്ചിലുകൾ കൂടി ഇവിടെ മാറ്റപ്പെടുന്നുണ്ട്. കൂടാതെ ഒരു സന്തോഷമായ, ഒരു സുഗമമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം കൂടി സുകർമ്മ യോഗം നൽകുന്നുണ്ട്. ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നൊന്നായി പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ ആ പ്രശ്നങ്ങളെയൊക്കെ മാറി ഒരു പരിധി വരെ ജീവിതത്തിൽ അല്പം സന്തോഷം കണ്ടെത്താനും, അല്ലെങ്കിൽ സന്തോഷം വന്നെത്തുന്ന സമയം കൂടിയാണ് തുടങ്ങുന്നത്. സാമ്പത്തികമായി ഏറെ ഒരു കുതിപ്പുണ്ടാകും. വെറുതെ പറയുന്നതല്ല കേട്ടോ, എഴുതി വെച്ചുള്ളൂ. നിങ്ങളുടെ ഒരു വലിയ മാറ്റത്തിൻ്റെ സമയമാണ്. സാമ്പത്തികമായി വളരെയധികം നേട്ടമുണ്ടാകും. ആകെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ മാറും. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് അസുഖത്തിലേക്ക് പോകരുത്. മനസ്സിലേക്ക് ടെൻഷനുകൾ കയറുമ്പോൾ ആരോഗ്യപരമായും ആകെ എല്ലാ യന്ത്രങ്ങളും തകരാറിലാവുമെന്ന് പറഞ്ഞതുപോലെ ആരോഗ്യവും അല്പം തകരാറിലേക്ക് പോകും. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ ഒരു കഷ്ടകാല സമയങ്ങളിൽ നഷ്ടപ്പെടാനുള്ളത്, അത് ബന്ധുജനങ്ങളാകട്ടെ, അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളാകട്ടെ, സ്വത്തുക്കളാകട്ടെ, അല്പം നഷ്ടപ്പെട്ടു. പക്ഷേ അതൊക്കെ ഇനി തിരിച്ചു പിടിക്കാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ ആ ഒരു സമയം കൂടിയാണ് എത്തി നിൽക്കുന്നത്. വളരെയധികം മാറ്റവും നേട്ടവുമാണ് ഈ ഒരു സമയം വന്നു ചേരുന്നത്. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണം. ഭക്ഷണം കൃത്യസമയം കഴിക്കണം, മരുന്ന് കൃത്യസമയത്ത് കഴിക്കണം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ വയ്ക്കണം. അത് മുതിർന്ന ആളുകളാണ് ഈ രാശിയിലുള്ളത്, അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിലുള്ളതെങ്കിൽ അവരുടെ കാര്യങ്ങൾ മക്കൾ കൂടി ശ്രദ്ധിക്കുക. മരുന്നൊക്കെ കൃത്യസമയത്ത് മാതാപിതാക്കൾ കഴിക്കുന്നുണ്ടോ എന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ജോലിക്കൊക്കെ പോകുന്ന വേളയിലാണെങ്കിലും ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി കൊണ്ടുപോയി കഴിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. ഇതെടുത്ത് പറയുന്നത് എന്തെന്നാൽ ഈ സമയങ്ങളിൽ ആരോഗ്യപരമായി അല്പം വലച്ചിലുകൾ വന്നു പെട്ടേക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ കൂടി കാത്തു സൂക്ഷിക്കണം. അല്ലെങ്കിൽ ആ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ഇപ്പോൾ ധനം കൂടി വന്നു ചേരുന്ന വേളയിൽ ഈ കിട്ടുന്ന ധനം മൊത്തവും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് ചിലവാക്കാൻ മാത്രമേ ചിലപ്പോൾ തികയുകയുള്ളൂ. അതുകൊണ്ട് വളരെയധികം സൂക്ഷ്മത ആരോഗ്യ കാര്യത്തിൽ അത്യാവശ്യമാണ്. ഇപ്പോൾ സുകർമ്മ യോഗം ഭാഗ്യം തരുന്ന 3 രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പ്രതിപാദിച്ചത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഈ ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് കൂടി നോക്കുക. അപ്പോൾ ഇത് നോക്കുക എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ഇത് രണ്ടും കൂടി ഒരേപോലെ ബാലൻസായി വരുമ്പോഴാണ് ഈ ഗുണാനുഭവങ്ങളൊക്കെ പൂർണ്ണ തോതിൽ നിങ്ങളിലേക്ക് എത്തി എന്ന് പറയാൻ കൂടി സാധ്യമാവുകയുള്ളൂ.